ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്വസാർ, ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ്, നാഫെഡ് മിഷൻ ആസ്പെക്ട്സ്, മിമാസ്, ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2023. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസാർസിനെ കുറിച്ചാണ്. ഈ ക്വസാർസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വേൾഡ് പേജിനകത്ത് ലോകത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്ലാക്ക് ഹോളിനെയൊക്കെ കണ്ടെത്തിയതായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രോണമേഴ്സ് ഫൈൻഡ് യൂണിവേഴ്സ് ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ക്വസാർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ കണ്ടെത്തിയേക്കുന്ന ഈ കാര്യം ഒരു ക്വസാർ കാറ്റഗറി പെടുന്ന ഒന്നായതുകൊണ്ടാണ്. ക്വസാർസ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാലക്സീസിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള കോറാണ് ഈ ക്വസാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ ബ്രൈറ്റ്നെസ്സിനെ ഫ്യൂവൽ ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുണ്ടാകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള, അതായത് സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആണ്. സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിനെക്കാട്ടിലൊക്കെ ട്രില്യൺസ് ഓഫ് ടൈം ബിഗർ ആയിട്ടുള്ള അത്രയും വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ആയിരിക്കും ഇതിനെ ഫ്യൂവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആയതുകൊണ്ട് തന്നെ അവരതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള മാറ്റേഴ്സിനെയും എനർജിനെയും അബ്സോർബ് ചെയ്യും. അപ്പോൾ അത്രയധികം മാറ്ററിനെ ഇവർ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള എനർജി എമിറ്റ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ ആ എനർജി കാരണമാണ്, അല്ലെങ്കിൽ ആ എനർജറ്റിക് പ്രോസസ്സ് കാരണമാണ് ഇത്രയധികം വാസ്റ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഇത് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇയേഴ്സ്, അതായത് ട്രില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ദൂരത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രോസസ്സ് പോലും നമുക്ക് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്വസാർസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്നൊരു ജനറൽ റൂൾ എന്ന് പറയുന്നത് ഈ ഒരു ക്വസാർ എത്രത്തോളം ലൂമിനസ് ആണ്, അതായത് എത്രത്തോളം ലൈറ്റ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ഭൂമിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസ് ബേസ്ഡ് ടെലിസ്കോപ്പിൽ നിന്നൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടാണോ ഒരു ക്വസാർ കാണുന്നത്, അതിൻ്റെ അർത്ഥം അതിനെ ഫ്യൂവൽ ചെയ്യുന്ന ഈ സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾ അത്രയധികം പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആസ് എ ജനറൽ റൂൾ, ദ മോസ്റ്റ് ലൂമിനസ് ക്വസാർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഈ ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 50 വർഷത്തോളമായി നാസ മൂണിൽ ഒരു ലാൻഡിങ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ US ആസ് എ ജനറൽ മൂണിൽ ലാൻഡിങ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ, ചൈന, അതുപോലെ തന്നെ ഇപ്പോൾ ജപ്പാൻ, എഗെയിൻ റഷ്യ ഒക്കെ ഈ രാജ്യങ്ങളൊക്കെ മൂൺ ലാൻഡിങ് നടത്തിയിട്ടുണ്ട്. റഷ്യ അതിനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂൺ ലാൻഡിങ് മിഷനിലേക്ക് അല്ലെങ്കിൽ മൂൺ മിഷൻസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാസ ഇപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാസ നേരിട്ട് പങ്കെടുക്കാത്ത പക്ഷേ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് കമ്പനീസ്, ഇപ്പോൾ US ബേസ് ചെയ്തിട്ടുള്ള 2 പ്രൈവറ്റ് സ്പേസ് കമ്പനീസ് മൂണിൽ ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തത് ഇപ്പോൾ റീസെൻ്റ്ലി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അത്തരത്തിലുള്ള ഒരു മിഷനാണ് ഈ ഒഡീസിയസ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാസ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് മൂൺ ലാൻഡിങ് മിഷനാണെന്ന് മനസ്സിലാക്കുക. ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞൊരു 50 വർഷത്തിനകത്ത് മൂണിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ US സ്പേസ് ക്രാഫ്റ്റ് ആയിട്ട് ഇത് മാറും എന്നാണ് പറയുന്നത്. ഈ സ്പേസ് ക്രാഫ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഇൻറ്റ്യൂട്ടീവ് മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇത്തരത്തിൽ മൂൺ ലാൻഡിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയിൽ നിന്നുള്ള രണ്ടാമത്തെ ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ ഒരു ശ്രമമാണെന്ന് പറയാം. കാരണം ഇതിനു മുമ്പ് ഒരു പെരഗ്രീൻ ലാൻഡർ എന്ന് പറയുന്ന ഒരു ലാൻഡറിനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നെങ്കിലും പക്ഷെ അത് ലോഞ്ച് ചെയ്ത സമയത്തിന് അത് എർത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ എർത്തിലേക്ക് തന്നെ ക്രാഷ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒഡീസിയസ് ലാൻഡറിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനകത്ത് 6 പേലോഡ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ മിഷനകത്ത് ക്യാരി ചെയ്യുന്നത്. അത് നാസയുടെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ 6 പേലോഡ്സ് അവർ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ഈ പറയുന്ന മൂണിലുള്ള പ്ലാസ്മ എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്താനുള്ള സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാസ എഗെയിൻ മൂൺ മിഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു ആർട്ടമൈസ് മിഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ ആർട്ടമൈസ് മിഷന് വേണ്ടിയിട്ടുള്ള ചില ഡാറ്റാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഈ മിഷനിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഇതുവരെ
ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ ടെക്നോളജീസും ഈ മിഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ലിഡാർ ബേസ്ഡ് സെൻസർ ഫോർ ഡിസെൻറ്റ് വെലോസിറ്റി ആൻഡ് റേഞ്ച് സെൻസിങ്. അത് കൂടാതെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡസ്റ്റ് റിമൂവൽ സിസ്റ്റവും ഈ ഒരു മിഷനകത്ത് അവർ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ലോകത്തിലെ തന്നെ ഈ സ്പേസ് സ്യൂട്ട് ടെക്നോളജിക്കകത്ത് റവല്യൂഷനൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഡസ്റ്റ് റിമൂവൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. സോ ഇത് February 22 മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മൂണിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ, അല്ലെങ്കിൽ ഈ ആഴ്ച ലാസ്റ്റൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ ന്യൂസ് വീണ്ടും നിങ്ങൾക്ക് പത്രങ്ങളിൽ കാണാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഫെഡ് ആണ്. സോ നാഫെഡിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഈ കർഷകരുടെ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ചകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് MSP എന്ന് പറയുന്നത്. അപ്പോൾ ഈ MSPയുടെ കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ MSP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് സെൻറ്റേഴ്സ് MSP പ്രൊപ്പോസൽ സിറ്റുവേഷൻസ് ഇൻ പൾസസ് കോട്ടൺ എന്ന് പറയുന്നൊരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നാഫെഡിനെ കുറിച്ച് അവർ പരാമർശിക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നാഫെഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നാഫെഡ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളൊരു അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഈ നാഫെഡ് എന്ന് പറയുന്നത്. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1958 October 2 അതായത് 58 ഗാന്ധി ജയന്തി ദിവസത്തിലാണ് ഈ നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അതിൻ്റെ കോഓപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി ഫാർമേഴ്സിന് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഈ നാഫെഡിനകത്ത് പ്രധാനമായിട്ടും മെമ്പേഴ്സായിട്ട് വരുന്നത് ഈ കർഷകരായിട്ടുള്ള, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫാമേഴ്സാണ്. അപ്പോൾ അവർക്ക് ഈ നാഫെഡിൻ്റെ ജനറൽ ബോഡിക്കകത്തൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെഷർ, ഓപ്പറേഷൻ ഗ്രീൻസിൻ്റെ കീഴിലുള്ള ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെഷർ ഉണ്ട്. അതായത് നമ്മുടെ ടൊമാറ്റോ, പൊട്ടാറ്റോ, ഒനിയൻ എന്നീ നമ്മൾ ഈ ടോപ്പ് എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ കൺസ്യൂമർ പ്രൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 3 ക്രോപ്സിൻ്റെയും പ്രൈസ് റൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു നോഡൽ ഏജൻസി എന്ന് പറയുന്നതും നാഫെഡ് തന്നെയാണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മിഷൻ ആസ്പൈഡ്സ് ആണ്. സോ ഈ മിഷൻ ആസ്പൈഡ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാസക്കെതിരായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യമനിലെ ഹൂത്തി റിബൽസ് ഇസ്രായേലിലേക്കുള്ള ഷിപ്പിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട്, എസ്പെഷ്യലി റെഡ് സീ, ഗൾഫ് ഓഫ് ഏദൻ, ബാബൽ മന്ദേബ് സ്ട്രൈറ്റ്, ഈ റൂട്ട് വഴി ഇസ്രായേലിലേക്ക് പോകുന്ന ഷിപ്പിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ US-ൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു നേവൽ കോയിലിഷൻ അവർ ഫോം ചെയ്തിട്ട് ഒരു ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു നേവൽ ഫ്ലോട്ടിൽ, അല്ലെങ്കിൽ ഒരു നേവൽ ടാസ്ക് ഫോഴ്സ് US അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഈ ഗൾഫ് ഓഫ് ഏദൻ, ബാബൽ മന്ദേബ്, റെഡ് സീ റീജിയനിലുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ നേവൽ ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ ആസ്പൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ ആസ്പൈഡ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറ്റ്സ് എ EU നേവൽ മിഷൻ ടു പ്രൊട്ടക്ട് കാർഗോ ഷിപ്സ് ഇൻ ദി റെഡ് സീ ഫ്രം അറ്റാക്സ് ഫ്രം ദി യമൻസ് ഹൂത്തി റിബൽസ്. അതായത് യമനിൽ നിന്നുള്ള ഹൂത്തി റിബൽസിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് റെഡ് സീ റീജിയനിൽ കൊമേഴ്ഷ്യൽ കാർഗോ ഷിപ്പിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് EU, അതായത് യൂറോപ്യൻ യൂണിയൻ ആരംഭിച്ചിട്ടുള്ള ഒരു നേവൽ മിഷനാണ് ഓപ്പറേഷൻ ആസ്പൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ അംഗരാജ്യങ്ങളുടെ വാർഷിപ്പുകൾ, അതുപോലെ തന്നെ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ AWACS ഒക്കെ റെഡ് സീ, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏദന്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സറൗണ്ടിങ് വാട്ടേഴ്സ്, ഈ ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് പോലുള്ള ഏരിയാസിലേക്ക് അവർ പറഞ്ഞേക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ October 7 തുടങ്ങിയിട്ടുള്ള ഈ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിന് ശേഷം, അല്ലെങ്കിൽ അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കെതിരായിട്ടുള്ളൊരു പ്രതികരണം എന്ന രീതിയിൽ നവംബറിൽ ഹൂത്തീസ്
ഈ ഏരിയയിലുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് സീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സീയിലൂടെയാണ് ഏകദേശം ഗ്ലോബൽ ഷിപ്പിങ്ങിൻ്റെ 12% കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹൂത്തി ആക്രമണങ്ങൾ വർദ്ധിച്ചതോടുകൂടി പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളെല്ലാം തന്നെ, കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് കമ്പനികളെല്ലാം തന്നെ റെഡ് സീ വഴിയുള്ള റൂട്ട് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അവർ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കനെ, നമ്മുടെ ആഫ്രിക്കൻ മുനമ്പിനെ ചുറ്റിക്കൊണ്ട് കറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നോർമലിയുള്ള ഷിപ്പിങ്ങിനകത്ത് വലിയ രീതിയിലുള്ള കോസ്റ്റ് വർദ്ധിക്കാൻ കാരണമാവും. അതിനകത്ത് 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന റെഡ് സീ വഴിയുള്ള സീ റൂട്ടിന് പകരം ഈ റൂട്ട്, അതായത് ഈ പറയുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ടുള്ള റൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നോർമലായിട്ടുള്ള ട്രാവൽ ടൈം ഒരു 10 തൊട്ട് 15 ദിവസം വരെ ദൈർഘിപ്പിക്കാൻ കാരണമാവും. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ഗ്ലോബൽ ലെവലിലുള്ള ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിസിഷൻ ബേസ് ചെയ്ത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ കൃത്യ ദിവസങ്ങളിൽ സാധനങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പല കാര്യങ്ങളെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്പിലുള്ള ടെസ്ലയുടെയും അതുപോലെ തന്നെ വോൾവോയുടെ ഒക്കെ പല ഫാക്ടറീസും അവർ തൽക്കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ 10 മുതൽ 15 ദിവസം വരെ ഈ ഷിപ്പിങ്ങിൻ്റെ ടൈം കൂടുന്ന സമയത്ത് ഇതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് കൂടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ്, അതായത് ഈ പറയുന്ന ഹൂത്തി ആക്രമണത്തിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കവറേജ് കൂടും. അതുപോലെ തന്നെ ഈ സപ്ലൈ ഡിലേസ് വരുന്നത് കാരണമുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ ഏരിയയിലുള്ള, അപ്പോൾ ഈ പുതിയ റൂട്ട് വഴിയുള്ള ഷിപ്മെൻറ്റ് ഏകദേശം ഈ റെഡ് സീ വഴിയുള്ള ഷിപ്മെൻറ്റിനെക്കാട്ടിലും 400%, അതായത് 4 ഇരട്ടി ചിലവ് കൂടുതലാണെന്നാണ് പല കമ്പനീസും പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിനൊക്കെ എസ്പെഷ്യലി യൂറോപ്പിനൊക്കെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മിമാസ് ആണ്. സോ ഈ മിമാസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, മിമാസിനെ കുറിച്ച് ഈ സാറ്റേണിൻ്റെ ഒരു മൂണാണ് മിമാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജ് 2-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മിമാസ് എന്ന് പറയുന്നത് സാറ്റേണിൻ്റെ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ഏറ്റവും ഇന്നർമോസ്റ്റും ആയിട്ടുള്ള മൂണാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ് ഈ മിമാസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1789 ഇംഗ്ലീഷ് ആസ്ട്രോണമർ ആയിരുന്ന വില്യം ഹേർഷൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇത് ഒരു നമുക്ക് സാധാരണഗതിയിൽ ഒരു സ്പേസിലുള്ള ഒബ്ജക്റ്റിന് അതിന് റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ ഒരു മിനിമം സൈസ് വേണം. അപ്പോൾ ആ ഒരു വലുപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഓവോഡ് ഷേപ്പിലാണ് ഈ മിമാസ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ ലോ ഡെൻസിറ്റിയിലുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രഹം കൂടിയാണ് ഈ മിമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻറ്റയർ ആയിട്ട്, അതുകൊണ്ട് അതായത് ഇതിൻ്റെ ലോ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് കമ്പോസ്ഡ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് വാട്ടർ ഐസ് എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം വാട്ടർ ഐസ് കൊണ്ട് മാത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ വാട്ടർ ഐസ് മാത്രമുള്ള ഒരു ബോഡി ആയിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിമാസിനകത്ത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു സബ്സ്റ്റൻസും ഈ വാട്ടർ ഐസ് ആണെന്നാണ് പറയുന്നത്. സോ ഇത് ടൈഡലി ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റും കൂടിയാണ്. അതായത് നമ്മുടെ എർത്തും മൂണും എങ്ങനെയാണ് ഏകദേശം അതേപോലെയാണ് മിമാസും സാറ്റേണും. അതായത് ഈ മിമാസ് സാറ്റേണിനെ സറൗണ്ട് ചെയ്യുന്ന സമയത്ത് മിമാസിൻ്റെ ഒരു സൈഡ് മാത്രമേ ഈ പറയുന്ന സാറ്റേണിൽ നിന്ന് എല്ലാ കാലത്തും കാണാൻ പറ്റൂ. കാരണം ഈ സാറ്റേൺ സറൗണ്ട് ചെയ്യുന്ന ഏകദേശം അതേ പേസിൽ തന്നെ ഇതും ഈ പറയുന്ന കറങ്ങുന്നതുകൊണ്ട് ആ ഒരു നമ്മുടെ മൂണും എർത്തും എങ്ങനെയാണോ അതേപോലെ നമുക്ക് എർത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും മൂണിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് മിമാസിൻ്റെ കേസിൽ, മിമാസിൻ്റെയും സാറ്റേണിൻ്റെയും കേസിലുള്ളതെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2023 ആണ്. സോ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2023 കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ സൂവോ അല്ലെങ്കിൽ സഫാരി പാർക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2023 കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പും ഈ സെയിം ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അഗെയിൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഫോറസ്റ്റ് ആദ്യം തന്നെ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഫോറസ്റ്റ് ഏരിയാസിനെ, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലെ വനപ്രദേശങ്ങളെ എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ ഒഴിവാക്കാനും, അതുപോലെ തന്നെ റീഫോറസ്റ്റേഷനെ വനവൽക്കരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വന സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് ഈ ഫോറസ്റ്റ് റിസോഴ്സസ് ആയിട്ടുള്ള ടിമ്പർ, അതുപോലെ തന്നെ ബാമ്പു, കോള്, മിനറൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നൊരു നിയമം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമം അനുസരിച്ച് സെൻട്രലിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ
റെക്കോർഡുകളിൽ ഫോറസ്റ്റ് എന്ന് അടയാളപ്പെടുത്തിയത്, അതായത് ഫോറസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ലാൻഡ് റെക്കോർഡ്സിൽ കിടക്കുന്ന ഭൂപ്രദേശങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ബാധകമായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ഡെഫിനേഷനാണ്. കാരണം നമ്മളവിടെ വനപ്രദേശമായിട്ടുള്ള പ്രദേശങ്ങൾ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രൈവറ്റ് ഓണർഷിപ്പിലുണ്ടാവും. അപ്പോൾ അതിന് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ബാധകമല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റിനകത്ത് 1996 വന്നിട്ടുള്ള TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഫോറസ്റ്റ് എന്നുള്ള വാക്കിന് ഡിക്ഷണറി മീനിങ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ്, വനപ്രദേശമാണ്. സോ അതായത് വനപ്രദേശമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും വനമായിട്ട് കണക്കാക്കണം, അല്ലാതെ ഗവൺമെന്റ് റെക്കോർഡ്സിലുള്ളത് മാത്രമേ വനപ്രദേശമായിട്ട് കണക്കാക്കാവൂ എന്ന് പറയുന്നില്ല. ഓക്കെ, സോ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നിയമത്തിനകത്ത് പറഞ്ഞതുപോലെ ഗവൺമെന്റ് റെക്കോർഡ്സിനകത്ത് ഫോറസ്റ്റ് എന്ന് കാണിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രദേശം വനമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനെ വനപ്രദേശമായിട്ട് കണക്കാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് 2023 കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് യൂസേജിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിലൂടെ ഈ അമെൻമെന്റിലൂടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം ഒന്ന്, ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് ഒരു പ്രിയാമ്പിൾ ഈ ഒരു അമെൻമെന്റിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിയാമ്പിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 2070 കൂടിയിട്ട് ഇന്ത്യ ഒരു കാർബൺ ന്യൂട്രൽ സ്റ്റേറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫൈറ്റിങ്ങിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നെറ്റ് സീറോ എമിഷനിലേക്ക് അല്ലെങ്കിൽ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് ഇന്ത്യ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റ്മെന്റ്സിനെ അണ്ടർലൈൻ ചെയ്യുന്ന ഒന്നാണ് ഈ നിയമത്തിന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ ഫോറസ്റ്റുകൾ പ്രിസർവ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റിനെ പ്രിസർവ് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസിനെ ടാക്കിൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രിയാമ്പിളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ പേര് ഈ അമെൻമെന്റിലൂടെ മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഹിന്ദി പേരാക്കി മാറ്റിയിട്ടുണ്ട്. വന സംരക്ഷൺ ഏവം സംവദൻ അഭിനയം എന്നാക്കിയിട്ട് ഈ നിയമത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതിന് റഫ്ലി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആൻഡ് ഓഗ്മെന്റേഷൻ ആക്ട് എന്നാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ ബില്ലൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് വലിയ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടൊരു കാര്യം കൂടിയാണിത്. കാരണം ഈ പറയുന്ന ഇത്തരത്തിൽ ഈ സെൻട്രൽ ലോസ് എല്ലാം തന്നെ ഒരു ഹിന്ദി പേരുകളിലേക്ക് മാറ്റുന്ന സമയത്ത് അത് ഈ നോൺ ഹിന്ദി സ്റ്റേറ്റുകൾക്ക് വലിയ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ആക്ട് അല്ലെങ്കിൽ ഈ അമെൻമെന്റിലൂടെ വന്നിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് 1980 അല്ലെങ്കിൽ അതിന് ശേഷമോ ഗവൺമെന്റ് ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കോർഡ്സിനകത്ത് അങ്ങനെ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങൾക്ക് മാത്രമേ ഈ ആക്ട് ബാധകമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1980 96 ഇടയിൽ ഒരു ഫോറസ്റ്റ് ഏരിയ നോൺ ഫോറസ്റ്റ് യൂസിന് വേണ്ടിയിട്ട് ലീഗലി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശങ്ങൾക്ക് ഇത് ബാധകമാവില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള പ്രദേശങ്ങളിൽ സ്ട്രാറ്റജിക് പ്രൊജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട്, അതായത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഫോറസ്റ്റ് ലാൻഡ് ഡൈവേർട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ 5 തൊട്ട് 10 ഹെക്ടേഴ്സ് വരെയുള്ള സ്ഥലം സെക്യൂരിറ്റി പ്രൊജക്റ്റുകൾക്കും ഡിഫൻസ് പ്രൊജക്റ്റുകൾക്കും വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഈ ആക്ടിനകത്ത്, ഈ അമെൻമെന്റിനകത്ത് വരുന്നതുകൊണ്ട് അത് വലിയ രീതിയിൽ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ ഫോറസ്റ്റിനെ സംരക്ഷിക്കാനുള്ള എബിലിറ്റിനെ ഡീഗ്രേഡ് ചെയ്യും എന്നുള്ളൊരു ക്രിറ്റിസിസം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഈ നിയമത്തിനെതിരായിട്ട്, ഈ അമെൻമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.